ഏറ്റവും ഉചിതമായ സമയത്ത് തന്നെയാണ് നമ്മളുടെ ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, +2 കഴിഞ്ഞു, ഇനി എന്ത്, മോഹന വാഗ്ദാനങ്ങളുമായി കുറേയേറെ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പുറകെ വരുമ്പോൾ ഏത് സെലക്ട് ചെയ്യണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഈ സമയത്താണ് നമ്മുടെ ഇന്ന് സ്റ്റുഡന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഒരു പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. അത് തന്നെയാണ്, അതായത് കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുക എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം കൊണ്ട് ലക്ഷ്യമിടുന്നത്. ദീർഘിപ്പിക്കുന്നില്ല. നമ്മുടെ ചാപ്റ്ററിന്റെ ഈ ഒരു പ്രോഗ്രാമിന് നമ്മുടെ അധ്യക്ഷനായിട്ട് വന്നിരിക്കുന്നത് നമ്മുടെ ചാപ്റ്ററിന്റെ നെടുന്തൂണായി പ്രവർത്തിക്കുന്ന നമ്മുടെ ചാപ്റ്റർ ചെയർമാൻ മിസ്റ്റർ മനോജ് അക്കൂട്ടിലുമാണ്. മനോജ് സാറിനെ ഏറെ സ്നേഹത്തോടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം നമ്മുടെ അതിഥിയായിട്ട് ഇന്ന് എത്തിയിരിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട അഷ്റഫ് സാർ, മിസ്റ്റർ അഷ്റഫ് എം.എ. അടുത്ത കാലത്താണ് അഷ്റഫ് സാറായിട്ട് പരിചയപ്പെടുന്നതെങ്കിലും ദീർഘകാലത്തെ ഒരു പരിചയമുള്ള ഒരു ഫീലാണ് എനിക്ക്. അപ്പോൾ തീർച്ചയായിട്ടും കണ്ണൂർ മദർ ചാപ്റ്ററിന് വേണ്ടി ഈ ഒരു അവസരത്തിൽ സാറിനെ ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ഒരു സ്റ്റുഡന്റ് ഫോറത്തിനെ നയിക്കുന്നത് നമ്മുടെ പോസ്റ്റി കമ്മ്യൂൺ മെമ്പറായിട്ടുള്ള സ്റ്റുഡന്റ് ഫോറം ഡയറക്ടർ സാവിത്രി മേഡാണ്. സാവിത്രി മേഡത്തെയും ഏറെ സ്നേഹത്തോടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒപ്പം ഈ ഒരു പ്രോഗ്രാമിനെ ഇന്ന് നിയന്ത്രിക്കുന്നത് നമ്മുടെ പ്രോഗ്രാം ഡയറക്ടർ ആയിട്ടുള്ള അപർണ ടീച്ചറാണ്. അപർണ ടീച്ചറെയും ഏറെ സ്നേഹത്തോടെ നമ്മുടെ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാണ്. ഒപ്പം സ്റ്റേറ്റിൽ നിന്നുള്ള നിരവധി ആളുകൾ, മെമ്പേഴ്സ്, പോസിറ്റീവ് കമ്മ്യൂണിന്റെ മെമ്പേഴ്സ് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാണ്. ഒപ്പം ഇന്നിവിടെ സംശയങ്ങൾ ദൂരീകരിക്കാൻ എത്തിയിരിക്കുന്ന നമ്മുടെ രക്ഷിതാക്കളുണ്ട്, വിദ്യാർത്ഥികളുണ്ട്, അതോടൊപ്പം പോസിറ്റീവ് കമ്മ്യൂണിന്റെ മെമ്പേഴ്സ് ഉണ്ട്. എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ കണ്ണൂർ മദർ ചാപ്റ്ററിന് വേണ്ടി സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ SLC +2 ഫലം പ്രഖ്യാപിച്ച് രക്ഷിതാക്കളും കുട്ടികളൊക്കെ വളരെ ആശങ്കാകുലരാണ്. ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടത്, ഏതിലാണ്, എന്താണ് ഇനി തുടർന്ന് പഠിക്കേണ്ടത്. അപ്പോൾ കുറെ കുട്ടികൾ നമ്മുടെ പ്ലാറ്റ്ഫോമിലുള്ളത് തന്നെ ഞാൻ ചെറിയൊരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്. ഒരു കുളക്കടവിൽ വെച്ച് ഒരു മത്സ്യം ഒരു തത്തയെ കണ്ടു. അപ്പൊ ഈ തത്ത മത്സ്യത്തോട് പറഞ്ഞു, എനിക്ക് നിന്നെ പോലെ ഒന്ന് നീന്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചോദിച്ചു. അപ്പോൾ മത്സ്യം തത്തയോട് പറഞ്ഞു, എനിക്ക് നിന്നെ പോലെ പറക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന് ചോദിച്ചു. അപ്പോഴേ രണ്ടുപേരും അങ്ങനെയാണ് ചിന്തിക്കുന്നത്. മത്സ്യം, വളരെ നീന്താൻ കഴിവുള്ള മത്സ്യം ചിന്തിക്കുന്നത് തത്തയെ പോലെ പറക്കണമെന്നാണ്. തത്ത ചിന്തിക്കുന്നത് മത്സ്യത്തിനെ പോലെ നീന്തണം എന്ന് തന്നെയാണ്. അതുതന്നെയാണ് ഇന്ന് ഇവിടെയുള്ള ഈ കുട്ടികളോടും എനിക്ക് പറയാനുള്ളത്. നമ്മൾ പലപ്പോഴും താരതമ്യം ചെയ്യുന്നത് മറ്റുള്ളവരോടാണ്. മറ്റുള്ളവരോട് താരതമ്യം ചെയ്യാതെ നമ്മുടെ കഴിവുകൾ നമ്മൾ കണ്ടെത്തുക. ആ കഴിവുകൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ എന്താണോ പാഷൻ, നമ്മുടെ പാഷൻ അനുസരിച്ചുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെട്ട കോഴ്സുകൾ നമ്മൾ തിരഞ്ഞെടുക്കുക. അതോടുകൂടി നമുക്ക് തീർച്ചയായും നമുക്ക് വൻ വിജയത്തിലെത്താൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ചേരുന്ന കോഴ്സുകളോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്തോ അങ്ങനെയുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കാതെ അവനവന് എന്താണോ നിങ്ങളുടെ ഇഷ്ടം, എന്താണോ നിങ്ങളുടെ പാഷൻ അനുസരിച്ചുള്ള കോഴ്സുകളാണ് നമ്മൾ എപ്പോഴും തിരഞ്ഞെടുക്കേണ്ടത്. അത് ഈ ക്ലാസ് അതിനെ വളരെയധികം ഉപകരിക്കും. ഈ ഒരു സായാഹ്നത്തിൽ വിവിധ പ്രദേശങ്ങളിൽ നിന്നെത്തിയ വ്യത്യസ്തരായ രക്ഷിതാക്കളോടും കുട്ടികളോടുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ സ്റ്റുഡൻസ് ഫോറം ഡയറക്ടർ എന്ന നിലയിൽ ആദ്യം തന്നെ ഞാൻ എൻ്റെ സ്നേഹവും സന്തോഷവും അറിയിക്കട്ടെ. സ്റ്റുഡൻസ് ഫോറത്തിന്റെ ആദ്യ പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത്. തുടർന്ന് അങ്ങോട്ടും ഉള്ള ഓരോ പരിപാടിയിലും നിങ്ങൾ ഓരോരുത്തരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു. നിങ്ങളുടെ പാഷനെ പിന്തുടർന്നു പോകാനും ജീവിതം വളരെ മനോഹരവും വർണ്ണശബളവുമാക്കാനും ഓരോ കുഞ്ഞുങ്ങൾക്കും സാധിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട്. ഹലോ, നമസ്കാരം. പോസിറ്റീവ് കമ്മ്യൂൺ സ്റ്റുഡൻസ് ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന കരിയർ ഗൈഡൻസ് ക്ലാസ്സിലേക്ക് എല്ലാവരെയും ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഒരു ചെറിയ സുഭാഷിതത്തോടുകൂടി നമ്മുടെ പ്രോഗ്രാം തുടങ്ങാമെന്ന് വിചാരിക്കുന്നു. വിദ്യാദദാതി വിനയം വിനയാദ്യാതി പാത്രതാം പാത്രത്വാത് ധനമാപ്നോതി ധനാത് ധർമ്മം തതഃ സുഖം. വിദ്യ വിനയം ദദാതി. വിദ്യ നമുക്ക് വിനയത്തെ പ്രദാനം ചെയ്യുന്നു. വിനയാദ്യാതി പാത്രതാം. വിനയം നമുക്ക് പാത്രത്വം നൽകുന്നു. പാത്രത്വം എന്ന് പറഞ്ഞാല് യോഗ്യതയാണ്.
എല്ലാം നേടിയെടുക്കാനുള്ള യോഗ്യത നമുക്ക് ഉണ്ടാകുന്നു വിനയത്തിലൂടെ. പാത്രത്വാത് ധനമാപ്നോതി, പാത്രത്വത്തിൽ നിന്നും നമുക്ക് എല്ലാ തരത്തിലുള്ള ധനത്തെയും സമ്പാദിക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ധനാധർമ്മം തതസുഖം, ധനത്തിലൂടെ നമ്മൾ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതത്തെ നയിക്കുകയാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് എല്ലാ സുഖവും നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോ ഒരു വ്യക്തിയുടെ ജീവിതത്തില് വിദ്യാഭ്യാസത്തിനും അതിൽ നിന്ന് നമ്മൾ ആർജിക്കുന്ന തൊഴിലിനും നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഈ സുഭാഷിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പോസിറ്റീവ് കമ്മ്യൂൺ ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് തരുന്ന ഈ കരിയർ ഗൈഡൻസ് ക്ലാസ് എന്ത് തന്നെയായാലും വളരെ ഉപകാരപ്രദമാവും. എല്ലാവരും നല്ല രീതിയിൽ വേണ്ട വിധത്തിൽ അത് ഉപയോഗിക്കുക എന്നും കൂടിയാണ് ഈ ഒരു വേളയിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ എന്തുകൊണ്ടും സാറിന്റെ വാക്കുകള് വളരെ വിലയേറിയ വാക്കുകളാണ്. അപ്പോ സാറിന്റെ വാക്കുകൾക്ക് നമ്മളെല്ലാവരും കാതോർത്തിരിക്കുകയാണ്.